പായ കിട്ടും. മട്ടൻ പായ നോക്കാം. എവിടെ അമ്മ? അർമാനീസ് ബാർബിക്യൂ ഹംദാൻ. ഞങ്ങളുടെ ബട്ടർഫ്ലൈ ഇരിക്കുന്നു. ഞങ്ങളുടെ ഷെഫ് ജോയൽ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഡാനിയൽ IFS ഉണ്ട് ഇവിടെ. Manifest. Try. Let's see, it's too clean. ഞങ്ങളുടെ ഐറ്റം എത്തിക്കഴിഞ്ഞു. ഞാൻ എടുത്തു ശേഷം ആണോ? ഇരുന്നു. സൂപ്പറായിരിക്കും. ഞങ്ങളിതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അർമാനീസ് ബാർബിക്യൂ ഹംദാൻ. എന്നിട്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക കഴിക്കണമെന്നുള്ളത്. എന്തെല്ലാം സാധനങ്ങൾ. ഇത് പോത്തുങ്കാലല്ലേ? ഇത് പോത്തുങ്കാല്, പിന്നെ മട്ടൻ്റെ റിബ്സ്, ഇത് തന്തൂരി Heavy bro. We'll start. Is it dry ice or something? ഇത് മട്ടൻ്റെ കട്ടീസല്ല, ഇത് മട്ടൻ്റെ റിബ്സ്. ഇന്ത്യൻ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. നല്ല സ്ലോട്ടി ഫുഡുള്ള സിഗ്നേച്ചർ ഐറ്റം കൂടെ. പിന്നെ ഇത് പോത്തുങ്കാല്, ഇത് ബോൺമാരോ, ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കടയിലെ ബോൺമാരോ. പിന്നെ ഇത് പഹാടി വീരപ്പൻ കബാബ്, തന്തൂരിൽ തന്നെ വരുന്ന വീരപ്പൻ കബാബിൻ്റെ ഐറ്റം. ഇത് ഇതിൻ്റെ പകുതി, അതായത് റിബ്സിൻ്റെ 2 ടൈപ്സ് റൈസ് വരുന്നുണ്ട്. ഇത് മന്തി റൈസ്, പിന്നെ ഇത് മജൂസ് റൈസ്. ഓക്കെ, അതിക്കാണ് ഫസ്റ്റ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ മട്ടനാണോ ബീഫ്? അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. മട്ടൻ. മട്ടനാണോ ചിക്കൻ? അങ്ങനെയാണ് മട്ടൻ. സ്റ്റോക്ക് ആയതുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്. ബോൺമര വെച്ചോട്ടെ. 4 ബോൺമരുണ്ട്. അതിലാക്കുന്നത് ബീഫ് ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല. നാട്ടിലെവിടെയാ? ഞങ്ങൾ കോട്ടയം. അവിടെ കോട്ടയം, തിരുവല്ല, എറണാകുളം, പല സ്ഥലം. താങ്ക് യു വെരി മച്ച്. ഓ, അതിനകത്തും ഫുൾ ഇതല്ലേ? അടിപൊളി. ഇതിൻ്റെ പേരെന്നാ? ഇത് ലെമൺ മിൻറ്റ് ജ്യൂസ്, ടവർ ജ്യൂസ്. ടവർ ജ്യൂസ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ജ്യൂസാണ്.
ഇതാണ് ടവർ ജ്യൂസ്. ഈ വീഡിയോ എന്ന് തന്നെ ഇടേണ്ടി വരും കേട്ടോ. പ്ലേറ്റ് വേണ്ട. റിബ്സാണ്. റിബ്സ് അടി അങ്ങനെ കുടങ്ങിടാം ഗ്ലാസ്. ഇങ്ങനെയുണ്ട് മമ്മ. ഇല്ലല്ലേ? അത് വേവുന്നതിനിടയിലും കറങ്ങി വേവുന്നതിനിടയിൽ ആണല്ലേ? താങ്ക് യു. എല്ലാം കഴിഞ്ഞിട്ടുള്ള സീനാണിത്. ടവർ ജ്യൂസും ഇരിപ്പുണ്ട്. അഞ്ചു പേർക്ക് നന്നായിട്ട് കഴിക്കാനും ഉണ്ട് ബാക്കി. നല്ലൊരു കാണാനും നല്ല ഒതുക്കമുണ്ട്. ഇത് എൻ്റെ പ്ലേറ്റ്. ഞങ്ങളുടെ പോത്തുംകാല് കിടക്കുന്നു. ഇതാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ്. ഞങ്ങളുടെ ബട്ടർഫ്ലൈയുടെ എങ്ങനെ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ? ഞങ്ങളുടെ ഉണ്ണീസ് സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല. നമ്മുടെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അതാണല്ലോ പ്രധാനം. ഏറ്റവും വലുതായിട്ട് പേഴ്സ് കാര്യം എത്ര പറയുന്നു. പക്ഷേ വെർത്തായിരുന്നു കേട്ടോ, വെർത്തായിരുന്നു. ഫാമിലി ആയിട്ട് വരാൻ നല്ലൊരു ഇത് അല്ലേ? എത്രയും പേരിയ്ക്കുമ്പോൾ അത് കഴിച്ച് തീരുകയും ചെയ്യും. നമുക്ക് ഒരു 3 പിള്ളേരുണ്ടെങ്കിൽ നല്ലതാണ്. കഴിക്കുന്നവര് അല്ലാതെ ഒന്നും ചുമ്മാ പെറുക്കി തിന്നാണെങ്കിൽ വരണ്ട. പക്ഷെ 3 പിള്ളേരായിട്ട് വരണം. 3 പിള്ളേരാകുമ്പോൾ ഫുഡ് എൻജോയ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ബെസ്റ്റ്. പിന്നെ നല്ല വിശന്ന് വരികയാണ്. ഇത് നല്ലൊരു